സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസരണമായിട്ട് സമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുക. സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റ് വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം എന്നാണ് ബോധമുണ്ടാകുന്നത്. നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞങ്ങളോട് തിരുമേനി ഇത്ര ഘോരം പറയുന്നതൊക്കെ നല്ലത് സുന്നതോസിൽ പറയുന്നതല്ലേ എന്ന്. പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇനിയും സാധാരണക്കാരോടൊന്ന് പറഞ്ഞു നോക്കാം, എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം. ദേവലോകം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സഭ, ഒരു ക്രൈസ്തവ സഭ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ്, മലങ്കര ഓർത്തഡോക്സ്, മലങ്കര സഭ, മെത്രാൻ കക്ഷികൾ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ വിഭാഗമെന്ന് സ്വയം അവകാശപ്പെടുന്ന കൂട്ടരാണ് ഈ ദേവലോകത്തെ മെത്രാൻ കക്ഷി കൂട്ടകൾ. അവരെ ഇതര ക്രൈസ്തവ സഭകൾ മൊണ്ണകളെന്നും പള്ളിപിടുത്തക്കാരെന്നും അങ്ങനെ പല പേരുകൾ വിളിക്കുന്നുണ്ട്. ഈ അടുത്തയിടെ, അതായത് ഒരു 1-2 ദിവസങ്ങൾക്ക് മുൻപ് അവരുടെ തന്നെ ഇടയിലുള്ള അവരുടെ സഭയിലെ ചുമന്ന കുപ്പായമിട്ട മെത്രാപ്പൊലീത്ത, തിരുമേനി, ബിഷപ്പ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന മോർ അപ്രേം, അതായത് അവരുടെ അടൂര് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന മോർ അപ്രേം എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലീത്ത ഒരു പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം നടത്തിയ പ്രസംഗത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്കും ക്രൈസ്തവ സുവിശേഷത്തിനും അനുസരണമായി സഭ പ്രവർത്തിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തുകയുണ്ടായി. കോടതി വിധികളിലും സഭയുടെ പലവട്ടം സ്വന്തം ഇഷ്ടങ്ങൾ സംരക്ഷിക്കുന്നതിനായി, കുറച്ച് മേലാളന്മാരുടെ ഇഷ്ടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി തിരുത്തിക്കുറിച്ചുണ്ടാക്കിയ 1934 എന്ന് പറയപ്പെടുന്ന ഒരു ഭരണഘടനയോ കോടതി വിധികളോ അല്ല കർത്താവിൻ്റെ സുവിശേഷവും വിശുദ്ധ ഏവൻഗേലിയോനിലെ വചനങ്ങളുമൊക്കെയാണ് സഭ ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും പള്ളിപിടുത്തവും അവരുടെ സ്ഥിരം പരിപാടികളായ പെണ്ണുപിടുത്തവും കുമ്പസാരപീഡനവും മുതലായ പ്രവൃത്തികൾ ഉപേക്ഷിക്കണമെന്നും ക്രൈസ്തവ മാർഗത്തിലേക്കും സുവിശേഷത്തിൻ്റെ മാർഗത്തിലേക്കും തിരിഞ്ഞു വരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആ പരിശുദ്ധ മദ്ബഹായിൽ നിന്നുകൊണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഈ സൈബർ പോരാളികൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടമുണ്ട്. സ്റ്റാർ ഓഫ് ദ ഈസ്റ്റ്, കാതോലിക്കേറ്റ് ന്യൂസ്, മാർത്തോമായുടെ ചുണക്കുകുട്ടികൾ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ പല ചിന്നി ഭിന്നമായി കിടക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ ഈ മെത്രാനെ, ഈ ബിഷപ്പിനെ കടന്നാക്രമിക്കുകയാണ്. അയാൾ എന്തോ മഹാ അപരാധം പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ്. അദ്ദേഹം, ഈ ബിഷപ്പ് പറഞ്ഞത് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞതാണ്. സാധാരണ ഈ പറയുന്ന കൂട്ടത്തിലെ, മെത്രാൻ കക്ഷി കൂട്ടത്തിലെ ഒരു മെത്രാപ്പൊലീത്താക്ക് പോലും കുർബാനയിലോ അല്ലെങ്കിൽ വൈദികനോ മെത്രാപ്പൊലീത്താക്കോ മെത്രാനോ, ഈ ചുമന്ന നൈറ്റിയും വെള്ള നൈറ്റി ഇട്ട കുറേ ആൾക്കാരുണ്ട്, അവർക്കാർക്കും ഈ ക്രൈസ്തവ മൂല്യങ്ങളിൽ ഊന്നിയുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്ന ഒരു സംഭവം അവർക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ വചനം അവരുടെ വായിൽ നിന്ന് വരാറില്ല. സാധാരണ വരാറുള്ളത് മരിച്ചു കഴിഞ്ഞാൽ കപ്പയിട്ട് വയ്ക്കുക, എല്ലും കപ്പയിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ പട്ടിക കൊടുക്കുക, പട്ടിയെ പോലെ കുഴിച്ചിടുക, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളും, ഒരു നുണ പറഞ്ഞാൽ ഒരു പള്ളി പിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ 2 നുണ പറയുമെന്ന് പറയുന്ന മേലധ്യക്ഷന്മാരുമൊക്കെയുള്ള ഒരു കൂട്ടമാണ് ഇവരുടെ ഈ പരിപാടികളിൽ മനം എടുത്ത ആ പള്ളിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങിയ സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്. അത് പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിച്ച് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള എന്തോ അടിയന്തരമായ ഇവരുടെ എന്തോ സുന്നഹദോഷോ എന്തോ കൂടുവാനുള്ള പരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. എന്താണെന്ന് ഓർക്കണേ, ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തുമുള്ള എല്ലാ ക്രൈസ്തവ സഭകളെയും വെറുപ്പിച്ച് അവരാരുമല്ല യഥാർത്ഥ സഭ, ഇവരാണ് യഥാർത്ഥ സഭ എന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന ഈ കൂട്ടർ ഇപ്പോൾ പറയുകയാണ്, ഒരാൾ അവരുടെ സഭയിലുള്ള ഒരു മെത്രാൻ തന്നെ ഒരു സുവിശേഷത്തിൽ ഊന്നിയുള്ള ഒരു ഉദ്ബോധനം നടത്തിയപ്പോൾ അയാളെ പുറത്താക്കണം, അയാളുടെ
എന്തോ മറ്റതാണ് അയാൾ, മറിച്ചതാണ് അയാൾ, പണ്ട് അത് ചെയ്തു, പണ്ട് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അയാളെ ഇത് ചെയ്യുകയാണ്. കേരളത്തിലെ പൊതുസമൂഹം ഈ കൂട്ടരുടെ ഈ വഴി ഈ രീതിയിലുള്ള തരവഴിത്തരത്തിനും പള്ളിപിടുത്തത്തിനും പെണ്ണുപിടുത്തത്തിനും കുമ്പസാര പീഡനത്തിനും റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്കും സ്കൂളിലും കോളേജിലും അഡ്മിഷൻ കൊടുക്കുന്നതിന് നടത്തുന്ന അഴിമതിക്കുമെതിരെ ഈ പൊതുസമൂഹം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? നിങ്ങൾ ചിന്തിക്കൂ. അത് ഈ സമൂഹത്തിന്, ഇവരെ പോലെയുള്ള ഒരു പ്രസ്ഥാനം നടന്നു പോകുന്നത് കേരള സമൂഹത്തിന് ആപത്താണ്.